പറ സൗദ എന്ന ഡയലോഗ് കേൾക്കാത്ത മലയാളികളായി ആരും തന്നെ ഇല്ല. നീ സിനിമക്കൂടാറൊക്കെ ആയ സൗദ പറ സൗദ അമ്പടി. ആ തുമ്പിയുടെ ആഗ്രഹം എന്തുകൊണ്ടായിരിക്കും സാധിച്ചു കൊടുക്കാൻ? സിദ്ദിഖാടെ അടുത്തൊരു ഇതുണ്ടായിരുന്നു, സിദ്ദിഖാനെ ചോക്ക് ചെയ്യുന്നൊരു സീനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റിഹേഴ്സലിൽ ഒന്ന് കാണിച്ചു നോക്കി. അപ്പോൾ എനിക്കും ഇങ്ങനത്തെ ഒരു റിഹേഴ്സലിൽ ഇടി പരിചയമില്ല എനിക്ക്. നീ എന്താണ് കാണിച്ചത്, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ കാണിക്കേണ്ടാവുന്നതെന്ന്. ഇക്കയുടെ പെർഫോമൻസ് കാണുമ്പം എടുത്ത് കിണറ്റിലിടാൻ തോന്നും കേട്ടോ. ആ ഫീല് വരേണ്ടത് അതാണെന്ന് പറയുന്നത്. അപ്പോൾ വെറുക്കണം എന്നാണ് സാജിദ് പറഞ്ഞത്. തിയേറ്റർ വിസിറ്റിന് അന്ന് പ്രൊമോഷന് വേണ്ടി പോയിരുന്നു. അപ്പോൾ കുറേ പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആ മരിച്ച അവിടെ സെമിറ്ററിയിലേക്കുള്ള സീനില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അടിച്ചേനെ നിങ്ങളെന്ന്. കൺട്രോൾ ഫ്രീക്ക് ആയിട്ടുള്ള അതാണ് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ആളുകൾ. എല്ലാവരുടെയും വീട്ടിലൊരാളുണ്ടാവുമല്ലോ കൺട്രോൾ ചെയ്യാനായിട്ട്. അത് കൂടിപ്പോയി എന്നുള്ള സീനാണ് എന്നോടുള്ള ദേഷ്യം. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പുറകെ നടക്കലല്ല, നമ്മുടെ അടുത്തേക്ക് വരുന്ന സാധനങ്ങൾ നമ്മൾ എടുക്കുക. നമ്മൾ ചെയ്യേണ്ട ഒരു വേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സിനിമ ബഫ്സാണ്. ഞാൻ 2-3 പ്രാവശ്യം ഇല്ലാന്നൊക്കെ പറഞ്ഞാണ്. ആ മലയാളം പടം മോസിലർ ഉണ്ടായിരുന്നുള്ളെങ്കിലും 4 പടം തമിഴ് പടമൊക്കെ വന്നിട്ടുണ്ട്. അതെ, ആളുടെ ഓപ്ഷൻ നോക്കുമ്പോൾ ഉറപ്പായിട്ടും പൈസ കൊടുത്ത പൈസക്ക് പുതുമുഖങ്ങളുടെ സിനിമയ്ക്ക് പോകും, ഇതിന് പോകും. ഇക്ക ഈ കൽബിന്റെ ഇപ്പൊ ഡയലോഗ് ഹിറ്റായ പോലെ തന്നെ വലിയ പെരുന്നാൾ എന്ന സിനിമയിൽ ഇക്ക അഭിനയിച്ച ഒരു ഡയലോഗ്, ഒരു പഞ്ച് ഡയലോഗ്. ബോംബെയിൽ നീ കുറെ ഭായിമാരെ കണ്ടുണ്ടാവും, പക്ഷെ എങ്കിൽ കണ്ട ഇത് കൊച്ചിയാണ്. ഇവിടെ ഞങ്ങളുടെ പോലത്തെ ബാപ്പന്മാരെ ഉള്ളൂടാ പട്ടി അയക്ക. ഈ മൂവിയില് എനിക്ക് വളരെ കുറച്ച് സീനുള്ളൂ. അയ്യോ, കുറച്ച് സീനെ ഉള്ളതിൽ എന്നെ കിടുക്കി തിമിർത്തു തകർത്തു. കൽബിന്റെ വിജയത്തിന് ഞങ്ങൾക്ക് മധുരമൊന്നുമില്ലേ? കൽബ് തന്നെ ഒരു മധുരമുള്ള വിജയമാണല്ലോ.